അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബക്കറ്റ് ചിക്കനാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കണേ ബക്കറ്റ് ചിക്കൻ ഒന്ന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ നോക്കണത്. ചിലപ്പോൾ സക്സസ് ആവും, അല്ലെങ്കിൽ ഫെയിലിയർ ആവും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ സംഗതി സക്സസ് ആവുമോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സാധനമൊക്കെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് തന്നെ കാണാനും വേണ്ടിയിട്ട് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ലേശം മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ കോഴി മസാല, പിന്നെ കുറച്ച് ഗാർലിക് ചതച്ചത്, പിന്നെ ലേശം നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ള ഉള്ളിയും, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് നമുക്കിതിനായി മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ ചിക്കന് നമ്മളെന്ത് ചെയ്യുക, ഫ്രഷ് ആക്കിയിട്ട് അവിടെ വെക്കുക. അതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ എല്ലാ മസാലകളും കൂട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക, ഈ കോഴിയുടെ മേത്ത് നമ്മൾ പരട്ടണം. എല്ലാ ഭാഗത്തും നമ്മൾ ആ ഒരു മസാല കവർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാ ഭാഗത്തും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ഭാഗം ആവാൻ മറന്നുപോയാൽ അവിടെ നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വേവാനൊക്കെ ബുദ്ധിമുട്ടാവും. എന്നിട്ട് മസാല എല്ലാ ഭാഗത്തും കവർ ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, കുറച്ച് ടൈം നമ്മൾ ഈ മസാല ഒന്ന് ഉറക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. അപ്പോൾ മസാല ഏകദേശം എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് കവറായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, നമ്മൾ ആ മസാല എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ഭാഗത്തും ഒന്നും കൂടി ഒന്ന് നമ്മൾ ആക്കാനും വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേവിക്കാനും വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ അടുപ്പത്തു നിന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് താഴെയൊക്കെ നമ്മൾ വാഴയില വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുറ്റി അടിച്ചിട്ട് താത്തിയിട്ടുണ്ട്. സാധാരണ നമ്മളെ മടലിൻ്റെ ഒരു ചെറിയൊരു കുറ്റിയാണ് നമ്മൾ അത് താത്തിയിട്ടുള്ളത്. ഒരു ബക്കറ്റിൻ്റെ അതുപോലെ തന്നെ ആ കോഴിൻ്റെ സൈസിലാണ് ഇപ്പോൾ നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം, ആ കോഴി ആ ഒരു കുറ്റിമേൽ നമ്മളെന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ തല നമ്മൾ ബാക്കോട്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാല് രണ്ടും നമ്മളെന്ത് ചെയ്യാണ്, ഒന്ന് ഒരു കെട്ടുകമ്പി എടുത്തിട്ട് ഒന്ന് കെട്ടുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേവുമ്പോൾ ലാസ്റ്റ് അത് ഒന്ന് ഉടഞ്ഞു പോകാൻ, അതായത് ഒന്ന് ചെരിഞ്ഞ് വീഴാനോ അങ്ങനെ എന്തെങ്കിലുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് അവിടെ തന്നെ പ്ലേസ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു കെട്ടുകമ്പി എടുത്തിട്ട് അതിൻ്റെ കാല് രണ്ടും കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കോയിൻ്റെ കാല് അത് വേറിട്ട് പോകേണ്ട വിചാരിച്ചിട്ട് നമ്മളൊരു കെട്ടുകമ്പി എടുത്തിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബക്കറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇത് മൂടാനും വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ബക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ചിക്കൻ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും. ഇനി നമ്മൾ കുക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫയർ, അതായത് നമ്മൾ തീ കൊടുക്കുകയാണ് നമ്മുടെ ബക്കറ്റിലോട്ട്. അത് ബക്കറ്റിലോട്ടല്ല, നമ്മൾ വിറകൊക്കെ വെച്ചിട്ട് നമ്മൾ തീ ഇടുകയാണ്. അപ്പോൾ തീ ഇടുമ്പോൾ നന്നായിട്ട് തന്നെ ഫയർ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മൊത്തം നമ്മൾ ഓലക്കൊടിയും അതുപോലെ തന്നെ കുറച്ച് മട്ടലുമാണ് നമ്മൾ നോർമലി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആളി കത്താനുള്ളൊരു ചാൻസും ഉണ്ട്. നല്ലൊരു ചൂടായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് പരിപാടികൾ എന്നൊക്കെ നമുക്കൊന്ന് നല്ലപോലെ നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചൂടാക്കിക്കൊണ്ട് നിൽക്കണം. എന്നാലേ അത് നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ചിക്കന് വെന്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടിയാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യുക. നമ്മൾ ടൈം എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ.
ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിപ്പോൾ ഇത് ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കനലുകൾ, എല്ലാ ഭാഗത്തുള്ള കനലുകളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ ഇത് തുറന്നു നോക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായിരിക്കും നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ കല്ലൊന്ന് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മളിത് തുറന്നു നോക്കുക, എന്താവും നമുക്ക് ഒരു പിടിയില്ല. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം, നമുക്ക് ഒരു ചലഞ്ചായിട്ട് എടുക്കാം. യെസ്, അടിപൊളിയായിട്ടുണ്ട് സാധനം. ഒന്നും പറ്റിയിട്ടില്ല. മുകളിലെ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി ഒരു കുഴപ്പമില്ല. സാധനം സക്സസ് ആയിട്ടുണ്ട്. അടിപൊളി, രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല പറയാനും. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ്, അതായത് നമ്മളിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ടേസ്റ്റിങ് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പരിപാടി, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എന്താ പാട് നോക്കണം നമുക്ക്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ കാര്യമൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം എന്താവും നോക്കാം. അതാണ് പൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. പൊളി സാധനം, ഒന്നും പറയാനില്ല, അടിപൊളി. നമ്മളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്താക്കി വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ചിക്കൻ. നമ്മളത് സക്സസ് ആയിട്ട് തന്നെ, എന്തോ ഭാഗ്യത്തിന് സക്സസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ നമുക്ക് നല്ല ഉഷാറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.